നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയെല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. പലരും ഇന്ന് കെമിക്കൽ ഡൈകളാണ് ഉപയോഗിക്കുന്നത്. കെമിക്കൽ ഡൈകൾ കുറച്ച് സമയത്തേക്ക് മുടിക്ക് കറുപ്പ് നിറം നൽകുമെങ്കിലും കുറച്ച് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ മറ്റ് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ചാൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകില്ല. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുടിക്ക് യാതൊരു വിധത്തിലുള്ള ഡാമേജും ഉണ്ടാകാതെ നമ്മുടെ മുടിയെല്ലാം എങ്ങനെ കറുപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു റെമഡിയാണ്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലെല്ലാം മാറി മുടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിന്റെ ചട്ടിയാണ്. നമ്മൾ ഇരുമ്പിന്റെ ചട്ടിയിൽ ഹെയർ ഡേ തയ്യാറാക്കുമ്പോൾ അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഉലുവയാണ് ചേർക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം തന്നെ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഉലുവയും കരിഞ്ജീരകവും നമ്മുടെ മുടി വളരുവാനും അകാല നര തടയുവാനായിട്ടും സഹായിക്കുന്നവയാണ്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പണ്ട് കാലങ്ങളുള്ളവർ കറിവേപ്പില ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുടി നരയ്ക്കുന്നതും വളരെയധികം കുറവായിരുന്നു. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അധികം കെമിക്കൽ ചേർക്കാത്ത ചായപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം തന്നെ കാപ്പിപ്പൊടിയും ചേർക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ഈ ഒരു വെള്ളം നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം അതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അകാല നര തടയുവാനായിട്ടും മുടി വളരുവാനായിട്ടും ഈ ഒരു വെള്ളം വളരെയധികം സഹായിക്കും. അതേപോലെ നമുക്ക് ഇതൊരു ഹെയർ ടോണർ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് വറ്റി വരണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൽ നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും എസെൻസ് ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയുള്ളൂ. ഈ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് നേരം നമ്മളിത് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നല്ലതുപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇതിലെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു വെള്ളം ഒരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. ഇനി ഈ ഒരു വെള്ളം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഇരുമ്പിന്റെ ചട്ടിയിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഇരുമ്പിന്റെ ചട്ടിയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡേ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതാകുമ്പോൾ 100% റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നീലാമരി പൊടിയും ചേർത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് മൈലാഞ്ചി പൊടിയും നീലാമരി പൊടിയും ഇല്ലെങ്കിൽ മൈലാഞ്ചിയിലെയും നീലാമരിയിലെയും നല്ലതുപോലെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. പലരും പല രീതിയിലാണ് ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി കറുത്ത് കിട്ടുന്നതാണ്. അതേപോലെ നമ്മൾ ഇതിലേക്ക് അധികം കെമിക്കൽ ചേർക്കാത്ത മൈലാഞ്ചിപ്പൊടിയും നീലാമരിപ്പൊടിയുമാണ് ചേർക്കേണ്ടത്. ഈ ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഇനി ഈ ഒരു ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 3 മണിക്കൂർ നേരമാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളർ റിലീസ് ആവുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് സോപ്പോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണ വെള്ളത്തിൽ തന്നെ നമുക്ക് മുടി കഴുകാവുന്നതാണ്. നല്ലൊരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് ഈ ഒരു ഹെയർ ഡേ കിട്ടിയിരിക്കുന്നത്. അതേപോലെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ടും എളുപ്പമായിരിക്കും. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. ഇതിൽ നമ്മൾ കെമിക്കലൊന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ നമുക്കുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.